ഹലോ ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് പച്ചച്ചക്കയുണ്ട്, അത് വെച്ചിട്ട് നമുക്കൊരു പലഹാരം തയ്യാറാക്കാം. ഇപ്പോൾ ചക്കയൊക്കെ കഴിഞ്ഞ സമയമാണ്. ഇത് ഞാൻ കുറച്ച് മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ്. അപ്പോൾ ചക്ക നമുക്ക് ആവിയിലൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം. ഇത് കുറച്ച് നന്നായി മൂത്ത ചക്കയാണ്. ഇപ്പോൾ ഞാൻ ഇഡ്ഡലി തട്ടിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുത്താൽ നമ്മുടെ ചക്ക വെന്ത് കിട്ടും. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പം നന്നായി തണുത്തതാണ്, അത് ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ വേണ്ടി. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ നൂൽപുട്ടിനൊക്കെ എടുക്കുന്ന അതേ നേരിയ പൊടി. ഇനി വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഈ ചക്ക വെച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കണം. അത് ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി പൊടി കുറച്ചുകൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കാരണം ഈ ചക്ക ആയതുകൊണ്ട് തന്നെ ഇത് ടൈറ്റായി വരാൻ വേണ്ടിയിട്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് കൈവച്ച് നന്നായി കുഴച്ചെടുക്കാം. നമ്മൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് എന്താണ് തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഊഹിക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇതാ കുഴച്ച് എടുത്തു വെച്ചു. ഞാൻ ഇടിയപ്പം ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇടിയപ്പത്തിൻ്റെ സേവനാഴി എടുക്കാം. എന്നിട്ട് ഈ കുഴച്ച് വെച്ച ചക്കയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്നത് പോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ആവിയിലേക്ക് നമുക്കിത് ഇഡ്ഡലി തട്ടിലേക്ക് ഒന്ന് ഇതുപോലെ ആക്കി കൊടുക്കാം. ഞാനൊരു വാഴയില വെച്ചിട്ടുണ്ട്. പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ നല്ലതാണ്, അതുകൊണ്ട് തന്നെ വാഴയില വെച്ചു. പിന്നെ നമ്മൾ സാധാരണ ഇടിയപ്പം ആക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ടൈറ്റാണിത്. ചക്ക ആയതുകൊണ്ടാവാം കുറച്ച് വിഷമമുണ്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. കൈകൊണ്ട് നല്ല ശക്തിയോടെ ചുറ്റിച്ചാൽ മാത്രമേ നമുക്കിതിൽ നിന്ന് ഇത് വന്ന് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഞാനിത് കുറച്ച് നമ്മളെ അരിപ്പൊടിയൊക്കെ വളരെ സ്മൂത്തായിട്ട് വരും. ഇത് അത്ര സ്മൂത്തല്ല, കുറച്ച് ടൈറ്റായിട്ടാണുള്ളത്. അതാ ഇതുപോലെ ഞാൻ ആവിയിൽ വേവിക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട്. സ്വാദിഷ്ടമായ ഇടിയപ്പം, ചക്ക കൊണ്ട് തയ്യാറാക്കിയ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇത് കറി ഒന്നും ഇല്ലാതെ തന്നെ കഴിക്കാനും സൂപ്പറാണ്. പിന്നെ നമുക്ക് കറി ഉണ്ടെങ്കിൽ അതുകൂടി കൂട്ടി കഴിക്കാം. ഇപ്പോൾ ഞാനിന്ന് ചെറുപയർ കറിയാണ് തയ്യാറാക്കിയത്, അതും കൂട്ടിയാണ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. അതുമാത്രമല്ല കുറച്ച് പോഷക ഗുണം കൂടിയതും കൂടിയാണ്. ചക്കയാണല്ലോ നമ്മൾ കഴിക്കുന്നത്. പിന്നെ ചക്ക കഴിക്കുന്നവർക്ക് കൊളസ്ട്രോളൊക്കെ കുറയുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ കഴിച്ചു തുടങ്ങി. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കും ചക്ക ഉണ്ടെങ്കിൽ ഇത് തയ്യാറാക്കി നോക്കണം. ഇനി ഈ വർഷം ഇല്ലെങ്കിൽ അടുത്ത വർഷമായാലും നിങ്ങൾ ചക്ക കിട്ടുന്ന സമയത്ത് ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും താങ്ക് യു. സൂപ്പർ ടേസ്റ്റ് ഉണ്ട്.